ഇല്ല പ്രസാദേ. മനുഷ്യൻ ഉണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ മുക്കാലും അവന്റെ ഭാവനയാ. ഇരുട്ടിന്റെ ചാക്കില് ഇല്ലാത്ത പൂച്ചയെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. ഭാവന. എന്റെ പിന്നാലെ നടന്ന് എന്റെ ഓരോ മൂവ്മെന്റും വാച്ച് ചെയ്യുന്നത് ഭാവനയാണോ? ഒരു കുറ്റവാളിയെ പോലെ എന്നെ ക്രോസ് വിസ്താരം ചെയ്തത് ഭാവനയാണോ? ബാലമാമ എന്തറിഞ്ഞുകൊണ്ടായി സംസാരിക്കുന്നത്? തെറ്റുകൾ പറ്റാം ആർക്കും. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. എന്റെ ശരി മറ്റുള്ളവർക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല. സമ്മതിച്ചു. നമ്മൾ ശരി ചെയ്തിട്ടും മറ്റുള്ളവർ മറിച്ച് കണ്ടാൽ നമുക്ക് നിരാശയുണ്ടാകും, ദേഷ്യമുണ്ടാകും. നിനക്കിതൊക്കെ ഉണ്ടായതായി ബാലമാമ അറിഞ്ഞു. മനസ്സിന് ഇത്തിരി സ്വസ്ഥത കിട്ടാനാകാം നീ കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നത്. മനസ്സ് ശാന്തമായപ്പോൾ ഇപ്പോൾ ദാ തിരിച്ചും വന്നു. പക്ഷേ ഇനിയും മനസ്സിനെ പഴയ വഴിയിലേക്ക് പറഞ്ഞു വിടരുത്. ആ വഴി അത്രയും നീ യാത്ര ചെയ്ത് കഴിഞ്ഞതല്ലേ. പിന്നെയും ഒരു തിരിച്ചു പോക്കെന്തിനാ? മറക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് ദൈവം മനുഷ്യ തന്നിരിക്കുന്നത് സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കാനാണ്. ആര് മറക്കുന്നു, ആര് ക്ഷമിക്കുന്നു, ഒക്കെ അഭിനയ. ബാലമാമ പറഞ്ഞ ഒരു കാര്യം സത്യ. മനസ്സിന് ഇത്തിരി സമാധാനം കിട്ടാനാ ഞാനിവിടെ വിട്ട് പോയത്. എനിക്കത് കുറച്ചൊക്കെ കിട്ടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ എനിക്കത് വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുക. ഐ ഫീൽ സഫോക്കേഷൻ. അതെ ബാലമാമ, എനിക്കിവിടെ ശ്വാസം മുട്ടുക. ഒന്ന് ചോദിച്ചോട്ടെ, നിന്റെ ശ്വാസം മുട്ടലിൻ്റെ കാരണം നിന്റെ വിവാഹ ജീവിതമാണോ അതോ ഔദ്യോഗികമാണോ? നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നാൽ ഞാൻ എന്താ ധരിക്കേണ്ടത്? മനസ്സിലുള്ളതെല്ലാം പൂട്ടിവെച്ചിട്ട് ഇങ്ങനെ സ്വയം പീഡനം വേണോ? പ്രസാദേ, പരിഹരിക്കാൻ പറ്റുന്നത് എന്തും ബാലമാമ പരിഹരിച്ചു തരാം. തുറന്നു പറഞ്ഞു. പറയാം, ഞാൻ എല്ലാം പറയാം. പക്ഷേ എനിക്കിപ്പോൾ വേണ്ടത് അല്പം സ്വസ്ഥതയാണ്. അപ്പോ നീ താഴേക്ക് വരുന്നില്ല? ഇല്ല, ബാലമാമ പോയിക്കോളൂ. സുഭദ്രേ, ഞാൻ ഇറങ്ങുക. സംസാരിച്ചോ ബാലേട്ടാ? സംസാരിച്ചു. എന്നിട്ട് സ്ലേറ്റിൽ എന്തെങ്കിലും ഒരു വരവരച്ചിട്ട് കാക്കയാണ് അല്ലെങ്കിൽ പൂച്ചയാണെന്ന് പറഞ്ഞാൽ അത് അപ്പാടെ വിഴുങ്ങുന്ന പ്രായമല്ല പ്രസാദിൻ്റേത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി മനസ്സിലാക്കണം, മനസ്സിലാക്കിയേ പറ്റൂ. നീ മാത്രമല്ല, സുമിത്രയും. കുടുംബ ജീവിതത്തിന്റെ പ്രശ്നമാണ് സുഭദ്രേ. ഒരു വാക്ക് പിഴച്ചാൽ അതിന്റെ ഫലമെന്താവുമെന്ന് ഈശ്വരന് പോലും പ്രവചിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത കാലമായത്. ഞങ്ങൾ അവനോടൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ മതി. ശ്രദ്ധിക്കണം രണ്ടാളും. കഴിഞ്ഞത് കഴിഞ്ഞു. എന്നാ ഞാൻ പോട്ടെ. അച്ഛാ, അച്ഛനോട് എനിക്ക് സീരിയസ് ആയി ചില സംസാരിക്കാനുണ്ട്. എന്താ മോനെ, എന്താ നിനക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ളത്? പറയണോ വേണ്ടയോന്ന് ഒരുപാട് ചിന്തിച്ചു. പിന്നെ അച്ഛനോടെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. പറയേണ്ട ആളാണെങ്കിൽ അച്ഛനോടൊന്നും പറയുന്നുമില്ല. മനഃപൂർവ്വമല്ല, അച്ഛൻ്റെ മനസ്സ് നോവെന്ന് കരുതി ഒക്കെ ഉള്ളിലൊതുക്കിയ. അതായത് ഇപ്പൊ ബാബു സംസാരിക്കാൻ പോകുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്, അല്ലാതെ സ്വന്തം കാര്യമല്ല. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് സുമിത്രയെക്കുറിച്ചാണ്.
പ്രസാദേട്ടൻ മടങ്ങിയൊന്ന് വിവരമറിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ ബാബു? കുറച്ച് ദിവസമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഭാരം ഇറക്കി വെക്കുകയല്ലേ ചെയ്തത്? പക്ഷേ എന്തിനു വേണ്ടി പ്രസാദേട്ടൻ വീട് വിട്ടിറങ്ങി? അതിന് തക്ക എന്ത് കാരണമാണ് ഉണ്ടായത്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറെയൊക്കെ സുമിത്ര പറഞ്ഞിരുന്നു. പറഞ്ഞതൊക്കെ സ്വന്തം കുറ്റങ്ങളായിരിക്കും. സ്വന്തം കുറ്റം കൊണ്ടാണ് പ്രസാദേട്ടൻ പോയെന്നായിരിക്കും. ചേച്ചിക്ക് അങ്ങനെ പറയാനേ കഴിയൂ. പക്ഷേ സത്യം അതല്ല അച്ഛാ. ചേച്ചി അവിടെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറണ്ടെന്നറിയാതെ വിഷമിക്കുക എൻ്റെ ചേച്ചി. എന്ന് സുമിത്ര നിന്നോട് പറഞ്ഞോ? പറഞ്ഞോന്ന്? പറഞ്ഞു. മനഃപൂർവ്വം പറഞ്ഞതല്ല, ഒരുപാട് നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു പോയതാ. നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും അനുഭവിച്ചിരുന്ന ചേച്ചിയല്ല ഇപ്പോൾ ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. അതങ്ങനെയാ മോനെ. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒരു പെൺകുട്ടിക്കും അന്യ വീട്ടിൽ നിന്ന് കിട്ടാറില്ല. പുതിയ അന്തരീക്ഷവുമായി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. കാലം കഴിയും തോറും ഒക്കെ പരിചയമായിക്കൊള്ളും. എന്ന് കരുതി സമാധാനിക്കുന്ന വിഡ്ഢിത്തമാണ്. കഥയെയും കവിതയും വെറുക്കുന്ന ഒരാളായിട്ടാ പ്രസാദേട്ടനെ ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അതിനപ്പുറം പ്രസാദേട്ടൻ ഭാര്യയും വെറുക്കുന്നുണ്ടെന്ന്. സത്യമായി ഞാൻ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ പ്രസാദേട്ടൻ സുമിത്രയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയ. നമ്മുടെയൊക്കെ കണ്ണു മൂടിക്കെട്ടാനുള്ള അഭിനയം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എത്ര പ്രകോപനം ഉണ്ടായാലും സുമിത്രേച്ചി നമ്മളെ ഒന്നും അറിയിക്കാൻ ശ്രമിക്കില്ല. പകരം എല്ലാം ഉള്ളിൽ ഒതുക്കി അവസാനം ചേച്ചി അരുതാത്തെന്തെങ്കിലും ചെയ്താൽ പിന്നെ. എന്താ നീ അങ്ങനെ പറഞ്ഞത്? അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു, മരണത്തെപ്പറ്റി പറഞ്ഞു. ചേച്ചിക്ക് ജീവിതം മടുത്തതുപോലെയാണ് അച്ഛാ. അച്ഛൻ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ മോനെ, ഒരർത്ഥത്തിൽ അച്ഛൻ നിസ്സഹായനാ. ഉപദേശങ്ങൾ ചെവിക്കൊള്ളുന്ന പ്രകൃതമല്ല പ്രസാദിൻ്റെത്. അയാൾക്കെല്ലാത്തിനും അയാളുടേതായ ന്യായങ്ങളുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ, ഒക്കെ സഹിച്ചും ക്ഷമിച്ചും ഭർത്താവുമായി അനുനയത്തിൽ പോകാൻ സുമിത്രയെ ഉപദേശിക്കുക. പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. സുമിത്രേച്ചി ഇപ്പോഴും അങ്ങനെയല്ലേ ജീവിക്കുന്നത്? അച്ഛാ, പ്രസാദേട്ടന് സുമിത്രേച്ചിയെ വേണ്ടെങ്കിലും നമുക്ക് വേണ്ട അച്ഛാ. നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും മോനെ. പക്ഷേ ക്ഷമിക്കേണ്ടിടത്ത് നമ്മൾ ഭൂമിയോളം ക്ഷമിക്കണ്ടേ? മറിച്ച് നമ്മൾ പ്രതികരിച്ചാൽ അത് നമുക്ക് ദോഷമായി വന്നാലോ? പിന്നെന്ത് ചെയ്യച്ച? ഒരു കാര്യം ഉറപ്പാ, ഇനിയും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയാൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമായിരിക്കും ബാക്കി. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോനെ. സംഭവിക്കാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് ഗതികേടില്ല സുമിത്രച്ചിയുടെ ജീവിതം. മോനെ,
ശങ്കരേട്ട ഒന്ന് നിന്നേ. എന്താ ഭാഗ്യലക്ഷ്മി? നമ്മുടെ സുമിത്ര മോൾക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയതെന്ന്? സുമിത്രയ്ക്ക് എന്ത് പറ്റാനാ? പ്രസാദ് മടങ്ങി വന്നു, അതിന്റെ സന്തോഷത്തിലാവും അവളിപ്പോ. ഒന്നുമല്ല, ഞാൻ അറിയാത്തതായി ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്നോട് മാത്രം ആരും ഒന്നും പറയുന്നില്ല. അതിനെ അറിയാനും മാത്രം ഒന്നും ഇല്ലല്ലോ ഭാഗ്യലക്ഷ്മി. ഒന്നുമില്ലേ? അച്ഛനോട് മോൻ എന്തൊക്കെയാ പറഞ്ഞത്? ഞാനെല്ലാം കേട്ടു. മോള് ഭർത്താവിന്റെ വീട്ടില് ശ്വാസം മുട്ടിയെ കഴിയുന്നതല്ലേ? പ്രസാദ് അറിയാതെ സുമിത്ര ഇവിടേക്ക് വന്നപ്പോ തന്നെ എനിക്കത് മനസ്സിലായി. എന്തോ എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ കിടന്ന് നീരുന്നുണ്ടെന്ന്. കാര്യങ്ങൾ താൻ കേട്ട സ്ഥിതിക്ക് ഞാനൊന്നും നിഷേധിക്കുന്നില്ല. നമ്മുടെ മോളുടെ ജീവിതം അത്ര സുഖകരമല്ല. ഈശ്വര, എന്റെ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും. നമുക്ക് എന്ത് ചെയ്യാനാവും? ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പ്രസാദിനോട് പറയാൻ പറ്റുമോ? സമയവും സന്ദർഭവും ഒത്തു വന്നാൽ പ്രസാദിനോട് ഞാനും സംസാരിച്ചു നോക്കാം. എന്നാലും നമ്മുടെ കണക്കൂട്ടിലൊക്കെ പഴിച്ചല്ലോ ശങ്കരേട്ട. നമ്മുടെ സുമിത്ര മോളെ സ്നേഹിക്കാത്ത ഒരാളെയാണല്ലോ നമ്മൾ തെരഞ്ഞെടുത്തു കൊടുത്തത്. ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. നമ്മുടെ മോക്കൊന്നും സംഭവിക്കില്ല എന്ന് കരുതി സമാധാനമായിട്ടിരിക്കാം. പ്രസാദേട്ടാ, സമയം ഒരുപാടായി. ഊണഴിക്കാൻ വരുന്നില്ലേ? ഇല്ല. എന്താ, വിശപ്പില്ലേ? വിശക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയാ. ചോറിൻ്റെ കൂടെ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളെ ഓർത്ത്. ഇല്ല പ്രസാദേട്ടാ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പ്രസാദേട്ടൻ തിരിച്ചു വരാനായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നോ, യു മസ്റ്റ് ആസ്ക്. ചോദിച്ചോ. അന്ന് നിങ്ങൾ ചോദിക്കാൻ വിട്ടുപോയതും പുതുതായി പലയിടങ്ങളിൽ നിന്നും കളക്ട് ചെയ്തതുമായ ചോദ്യങ്ങൾ, സംശയത്തിൽ പൊതിഞ്ഞ ഉഗ്രൻ ചോദ്യങ്ങൾ ആകാം. തുടങ്ങിക്കോളൂ. സത്യമായിട്ടും പ്രസാദേട്ട, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. ഇപ്പോ അല്ലെങ്കിൽ താനെന്തൊരു ബുദ്ധിമുട്ടണം? സംശയരോഗമുള്ള ഏതൊരു ഭാര്യയുടെയും ചോദ്യങ്ങൾ ഏതൊരു ഭർത്താവിനും ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എനിക്ക് സംശയരോഗം അല്ല, വിശ്വാസം. ഭർത്താവിൽ പൂർണ്ണ വിശ്വാസം. അതാണല്ലോ അമ്മയുടെ സപ്പോർട്ടോടെ അന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തത്. രഹസ്യമായി വസ്തു വാങ്ങിയിട്ടില്ലേ? അവിടെ ആരൊക്കെയോ കൂട്ടിക്കൊണ്ടുപോയില്ലേ? ഓഫീസിലേക്കൊന്ന് കള്ളവും പറഞ്ഞ് മറ്റെവിടേക്കോ ചുറ്റിക്കറങ്ങിയില്ലേ? വിശ്വാസത്തിന് തെളിവാണതൊക്കെ. എന്നിലുള്ള പൂർണ്ണ വിശ്വാസത്തിന് തെളിവുകൾ. ഇതിനൊക്കെയുള്ള എൻ്റെ മറുപടി കേൾക്കേണ്ടത് എനിക്ക്. എനിക്കൊന്നും കേൾക്കണ്ട പ്രസാദേട്ട. എന്തൊക്കെയോ നമുക്കിടയിൽ സംഭവിച്ചു പോയി. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതൊന്നും ഇനി ഓർക്കാൻ എനിക്ക് ശക്തിയില്ല. പക്ഷെ എനിക്ക് ശക്തിയുണ്ട്. തെറ്റ് ചെയ്യാത്തവന്റെ ശക്തിയാണത്. മനസ്സുകൊണ്ട് പോലും തെറ്റ് ചെയ്യാത്തവന്റെ ശക്തി, മോറൽ പവർ. എന്റെ പണം കൊണ്ട് എന്റെ പ്ലാൻ അനുസരിച്ച് പണിത ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയില്ലേ? പോവേണ്ടി വന്നില്ലേ? വൈ വൈ? കാരണങ്ങളുണ്ട്. ജെനുവിൻ റീസൺസ്, കോൺക്രീറ്റ് റീസൺസ്. അരുത് പ്രസാദേട്ട,
ഇനി അതിലേക്കൊന്നും തിരിച്ചു പോയില്ല. പ്ലീസ്. പോവണം. ഐ മസ്റ്റ് ഗോ ബാക്ക്. കാരണം മുറിവേറ്റത് നിങ്ങൾക്കാർക്കുമല്ല, മുറിവേറ്റവൻ ഞാനാണ്. തെറ്റിദ്ധാരണകളുടെ ഒരു ഘോഷയാത്രയായിരുന്നില്ലേ തനിക്ക് എന്നെ പറ്റി? ഇല്ല പ്രസാദേട്ട. ഉണ്ട്. എത്ര എണ്ണം വേണം? അക്കമിട്ട് ഞാൻ നിരത്താം. എല്ലാറ്റിലുപരി തന്റെ അനിയത്യമായുള്ള എന്റെ സൗഹൃദത്തെ, എന്റെ ആ നീറ്റായ സൗഹൃദത്തെ താൻ തെറ്റിദ്ധരിച്ചില്ലേ? എന്റെ അമ്മയുടെ മനസ്സിൽ എന്നെ പറ്റിയുള്ള ധാരണ മാറ്റിമറിച്ചില്ലേ? ഹ്. എന്നിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് സർവ്വ ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നു പോലും ഞാൻ തിരിച്ചു വരാൻ. എന്താ പ്രസാദ് തിരിച്ചു വന്നിരിക്കുന്നു. പുതിയ ആരോപണങ്ങൾ കേൾക്കാൻ റെഡിയായി വന്നിരിക്കുന്നു. ചോദിക്കേ, ചോദിക്കേ. ഒന്നുമില്ലേ?